ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചൊക്കെ പോവുകയാണ്. നമ്മുടെ പാസഞ്ചേഴ്സ് എല്ലാം ഫുള്ള് സെറ്റായിട്ട് വണ്ടിക്കകത്ത് കയറി ഇരിപ്പുണ്ട്. ഓക്കെ, എല്ലാവരും നമ്മൾ തിരിച്ച് പോകാനായിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും വണ്ടി ഇടാൻ നല്ല സ്ഥലവും കാര്യങ്ങളൊന്നും കിട്ടാതെ നമ്മൾ ഈ ഒരു ഇടുക്കിൽ കുത്തിക്കയറ്റി വണ്ടി ഇട്ടിരുന്നു. എങ്ങനെയും റോഡും ബ്ലോക്ക് ആക്കരുത്, നമ്മുടെ വണ്ടിയും സേഫായിട്ട് പാർക്ക് ചെയ്യണം, അതിനു വേണ്ടി. അപ്പോൾ എന്തായാലും നമ്മളിവിടെ പാർക്കൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ തിരിച്ച് റിട്ടേൺ ഉള്ള വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കാണുന്ന മച്ചന്മാരുണ്ട്, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്തോണ്ട് അങ്ങ് പോയേക്കാം. ഓക്കെ, അപ്പം ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ വരുന്ന വഴിയിലൊരു ഈ ഒരു സംഭവം കണ്ടപ്പോൾ അതിൽ കയറ്റി വണ്ടി അങ്ങ് ഫുള്ള് കഴുകി. എന്തായാലും ഇനിയും പോകുമ്പം ഫുള്ള് പൊടിയാവും. നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാൽ മതി, അറിയാം, ഫുള്ള് പൊടിയാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റേസൊക്കെ ചെയ്ത് അങ്ങ് ഇറക്കാം. ഓക്കെ, അപ്പോൾ മറ്റു വണ്ടികളൊന്നും വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി നമ്മൾ നൈസായിട്ട് റോഡിലേക്ക് വണ്ടി ഇറക്കിയിട്ടുണ്ട്. ഇനിയും പോകുന്ന വഴിയിൽ വല്ല വണ്ടികൾ വരുവാണെങ്കിൽ സൈഡാക്കി കൊടുക്കണം. അതൊന്നാമത് ചെറിയൊരു വഴിയാണ്, വലിയ വണ്ടിയൊക്കെ വന്നാൽ പണി കിട്ടും. ഓക്കെ, എന്തായാലും ഇപ്പോൾ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് അടിപൊളിയായിട്ട് അങ്ങ് പോകാം. ആ കയറ്റത്തിൽ ഇപ്പോൾ ഇടിക്കുമോ എന്നൊരു ഡൗട്ടില്ല. ഇല്ലില്ല, കുഴപ്പമില്ല. ഇങ്ങനത്തെ നമുക്ക് ദൂരെ നിന്ന് കണ്ടപ്പം ഒരു കുത്തനെയുള്ള കയറ്റം പോലെ തോന്നി, അതാണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇനി വണ്ടികൾ വല്ലതും വന്നു കഴിഞ്ഞാൽ നമ്മൾ സൈഡായി കൊടുക്കണം. ഇവിടെ സ്ഥലമുണ്ട് അത്യാവശ്യം, അവിടുത്തെ പോലല്ല, അവിടെ വീഡിയോയിൽ കാണുന്ന പോലല്ല, സ്ഥലമൊന്നും ഇല്ല. ഓക്കെ, അതെ, വന്നു തുടങ്ങി വണ്ടികളൊക്കെ വന്നു തുടങ്ങി. ഒരു പിക്കപ്പ്, സ്കൂൾ വാന്, ടോറസ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഫുള്ള് മഞ്ഞാണ്, നല്ല ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും ട്രിപ്പ് പോകണമെങ്കിലൊക്കെ വിളിക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ, അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനലും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെക്കുക. അപ്പം എന്താണ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്ത് എല്ലാവരും അതിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ ട്രിപ്പ് കൊണ്ടുപോകാം. ഓക്കെ, അതിൽ മെസ്സേജ് ഇട്ട് നേരത്തെ ബുക്ക് ചെയ്ത് വെക്കണം, എന്നാൽ മാത്രമേ വണ്ടി ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ പോകുന്നതിൻ്റെ തലേ ദിവസമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, അന്നൊക്കെ നമുക്ക് ട്രിപ്പൊക്കെ കാണും, അതാണ്. ഓക്കെ, അങ്ങനെ കുറേ നേരത്തെ റൈഡിന് ശേഷം നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് ദൂരം ആയതേ ഉള്ളൂ, ഇനിയും കിടക്കുന്ന 50 കിലോമീറ്റർ ഇനിയും. ഓക്കെ, കുറേ ഉണ്ട് ഇനിയും ഗൈസ് അങ്ങോട്ട് പോകാൻ. 150 കിലോമീറ്റർ എങ്ങാണ്ട് ഇനിയുണ്ട്. നമ്മൾ ജസ്റ്റ് ചായ കുടിക്കാനായിട്ടൊന്ന് നിർത്തിയതാണ്. ഓക്കെ, നമ്മുടെ പാസഞ്ചേഴ്സ് മുഴുവനും ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് എല്ലാവരും അകത്തൊക്കെ കയറി. ചിലർക്ക് വേണ്ട, ചിലർക്ക് വേണം, അങ്ങനെയാണ്. ഇതേ വണ്ടി ഫുള്ള് പൊടിയായിട്ടുണ്ട്. എന്തായാലും നമ്മൾ ചായയൊക്കെ കുടിച്ച് പോകാനായിട്ട് തുടങ്ങുവാണ്. ഇതേ ഫുള്ള് പൊടിയാണ്, ഇത് കണ്ടില്ലേ, സൈഡ് ഫുള്ള്. ഇതൊന്നും അല്ല ഗൈസ്, ഇനിയും കുറേ ആവാൻ കിടക്കുന്നു. അങ്ങ് വരെ ഓടുമ്പോഴത്തേക്ക് ഫുള്ള് പൊടിയാവും. അപ്പോഴത്തേക്ക് നമുക്ക് വാഷ് ചെയ്യാനൊക്കെ കൊടുത്താൽ മതി. എന്തായാലും ഇനി നേരെ നമ്മുടെ ഷെഡിലോട്ടല്ലേ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മുടെ ആനവണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, വണ്ടിയൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്താം. ഓക്കെ, ഒരു ആംബുലൻസ് വരുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് എന്തായാലും ഒന്ന് കയറി നോക്കാം. ഓക്കെ, സീനില്ല. എന്താണ്, ആംബുലൻസ് അധികം ഹോണൊന്നും അടിക്കുന്നില്ല. എന്താണ്, രോഗിയെ കൊണ്ടൊന്നും അല്ല പോകുന്നത്, അതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് സൈഡിൽ മലയും കാര്യങ്ങളൊക്കെയാണ്, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഓക്കെ, സൈഡിലോട്ടൊരു സൈഡ് വലിവൊക്കെ എന്താണ് വണ്ടിക്ക്, എല്ലാവരും സൈഡിലാണോ? ഓക്കെ, എല്ലാവരും ഒരു സൈഡിൽ കിടക്കുവാണെന്ന് തോന്നുന്നു, അതാണ്. ഇങ്ങോട്ട് കൂടുതൽ പേരും ഇപ്പുറത്തെ സൈഡിലാണ്, അതാണ് അങ്ങോട്ടൊരു സൈഡ് വലിവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇടത്തോട്ട് വളയ്ക്കുമ്പോഴേ അത് അറിയത്തുള്ളൂ, നല്ല രീതിയിൽ വണ്ടി ചരിഞ്ഞിരിക്കും. ഓക്കെ, ഇപ്പം ഇവിടെ ആയിട്ടൊരു ചുരമൊക്കെ ഉണ്ട് ഗൈസ്, അതൊക്കെ കയറാം നമുക്ക്. ഓക്കെ, നമ്മളെന്തായാലും നല്ല സ്പീഡിൽ പോകണം, KSRTC പിടിക്കാൻ പോവുകയാണ്. ഓക്കെ, അവനെ ഓവർടേക്ക് ചെയ്യാൻ മറ്റേ KSRTC സമ്മതിച്ചില്ല. പക്ഷേ ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുപോലത്തെ സീനാണല്ലോ. വേറെ ആനവണ്ടി വരുന്നു, ഒരു തരത്തിൽ നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ അവർ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് ഇതെന്തോ അവിടെ, ഇത് ഘോഷയാത്രയോ?
ഫുള്ള് ആന വണ്ടിയാണല്ലോ. കണ്ട് ഓവർടേക്ക് ചെയ്യാൻ നോക്കി നോക്കി എങ്ങും ചെന്ന് ഇടിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ ഓക്കെ, ഇവിടെ പാലമൊക്കെ ഉണ്ട്. നമ്മൾ പാലത്തേക്കൂടെ ഒക്കെ പറന്നടിച്ചാണ് പോകുന്നത്. ഇവിടെ എന്തായാലും ഓവർടേക്ക് ചെയ്യുമെന്നാണ് തോന്നുന്നത്. അയ്യോ എന്തോടെ, ഓ പുത്തൻ വണ്ടിയിലാണ് ഫസ്റ്റ് ട്രിപ്പിൽ പണി കിട്ടി ഗൈസ്. എന്താണേലും സൈഡിലോട്ട് ഒതുക്കിയിട്ടൊന്ന് വന്ന് നോക്കാം വല്ല സീനുണ്ടോയെന്ന്. പക്ഷേ KSRTC ഓവർടേക്ക് ചെയ്യാൻ നോക്കണ്ടായിരുന്നു. എൻ്റെ ലോറിക്കാരെല്ലാം നിർത്തി. ഓ ചേട്ടാ സീനൊന്നുമില്ല, വയ്ക്കോ. ഓ ഗൈസ് നമ്മുടെ ഫ്രണ്ട് കൗൾ ഇളകിയിട്ടുണ്ട് സൈഡ്. പക്ഷേ എന്നാ പരിപാടിയാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇന്നോവക്കാരനെ വല്ലതും പറയുമോയെന്നാണ്. ചേട്ടാ എന്തോ ഉണ്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇയാളിൻ്റെ ഹസാഡൊക്കെ ഇട്ട് ഇവിടെ നിർത്തിയിട്ടേക്കുവാണ്. എന്താണ് ഇങ്ങനെ? അതേ വണ്ടി മൊത്തം ബ്ലോക്കായിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമ്മുടെ വണ്ടി കണ്ടുകൊണ്ട് നിർത്തിയ ലോറികളാണിത് മൊത്തം. നമ്മളിവിടെ വന്നാണ് പെട്ടെന്ന് ആ ലോറിക്കാരനങ്ങ് നിർത്തി. എന്തായാലും നമുക്ക് നൈസായിട്ട് കയറി പോവാം. ഫ്രണ്ട് കൗൾ ഇളകിയിട്ടുണ്ട്. എന്തായാലും ഊരി പോകാതിരുന്നാൽ മതിയായിരുന്നു. അപ്പുറത്തെ സൈഡും പിന്നെ നടുക്കിലെ അതും പിടിപ്പിച്ചേക്കുന്നതുകൊണ്ട് സീനില്ല. പക്ഷെ എന്നാലും എന്തോ പരിപാടി. അത് നമ്മുടെ പുത്തൻ വണ്ടിയാണ് ഗൈസ്, പുതിയ വണ്ടിയിലാണ്. ഇങ്ങനെ പോയാൽ നമുക്ക് നമ്മുടെ മറ്റേ വണ്ടി ഇറക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ നമ്മൾ ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ്, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ അത്ര സ്പീഡൊന്നും എടുത്ത് വരണ്ടായിരുന്നു. ഇനി ചുരം കയറുമ്പോൾ എങ്ങനെയാണെന്നാണ് അറിയാൻ. ഇതേ വരുന്നു KSRTC. ഇനി ഒറ്റ ഒരുത്തം കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ പെട്ട് നിൽക്കുന്നത്. ഓക്കെ അതെ, ആംബുലൻസ് ഒക്കെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കയറുമ്പോൾ അവന്മാരൊക്കെ കൂളായിട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അതായത് ടോറസൊക്കെ വരുന്ന വരവ് കണ്ടു. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കയറിക്കൊണ്ടിരിക്കും. എന്തായാലും വലിച്ചങ്ങ് കയറിയിട്ടുണ്ട്. അവസാനം ബസ് നൈസായിട്ട് അങ്ങ് കയറി തന്നെ. നമ്മൾ പിന്നെ ബ്രേക്ക് പിടിച്ച് വേറെ തട്ടും മുട്ടും ഒന്നും ഉണ്ടാവണ്ട, ലിപ്പം ഒന്നും തട്ടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പെതുക്കെ ചെയ്തതാണ്. പക്ഷേ നമ്മൾ അന്ന് നൈറ്റിൽ വന്നപ്പോൾ ഇത്ര സീനില്ലായിരുന്നു ഗൈസ്. ഇന്നോവക്കാരൻ വന്ന് നമ്മുടെ ഫ്രണ്ട് കൗൾ ഇടിച്ചങ്ങ് പൊളിച്ച്. നമ്മളങ്ങോട്ട് ഓവർടേക്ക് ചെയ്ത് കയറിയതാ, അതും ആണ്. ഓക്കെ ഗൈസ്, രാത്രിയായിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു പണിയും കിട്ടിയിട്ടുണ്ട്. ടയർ പഞ്ചറായി വണ്ടിയുടെ. എന്തോ ചെയ്യും, നമ്മൾ ജസ്റ്റ് കുറേ ദൂരം ഇരുന്ന് വണ്ടി ഓടിച്ചോടിച്ച് വന്നതാണ്. എന്തായാലും ഫുഡൊക്കെ കഴിച്ച്, അതിൻ്റെ കാര്യത്തിൽ ഒരു സീനുമില്ല. വണ്ടി അവിടെ നിർത്തിയപ്പം ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഫ്രണ്ട് ടയറിൽ നമ്മുടെ ഇടത്ത് വശത്തെ ആ ഒരു ടയർ പഞ്ചറായിപ്പോയി ഗൈസ്. എന്തോ ചെയ്യാനാണ്. ഈ ഫ്രണ്ടിൽ ഈ ടയർ പഞ്ചറായിപ്പോയി. പാസഞ്ചേഴ്സ് എല്ലാം അകത്ത് ഇരിപ്പുണ്ട്. അവരെല്ലാം ഇറക്കി നമ്മൾ വേറെ ഒരു വണ്ടിയെ കയറ്റി വിടാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ ഒരു 2 ട്രാവലറുണ്ട്. അത് വിളിച്ചിട്ട് അത് 2 ഓട്ടത്തിന് പോയേക്കുവാണ്. വേറെ ബസ്സൊക്കെ വിളിച്ചിട്ടൊന്നും രക്ഷയില്ല ഗൈസ്. ഇനി എന്തായാലും നമ്മുടെ RGB ലൈറ്റൊക്കെ കാണാൻ നല്ല രസം രാത്രിയിലല്ലേ. നല്ല രസമുണ്ടോ. നമ്മൾ ഇതല്ലല്ലോ ശേഷം. എന്തായാലും നമുക്ക് വണ്ടി വിളിക്കാം. ഞാൻ കുറേ വണ്ടി നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ നായകനെ അങ്ങ് വിളിച്ചാലോ, നമ്മുടെ ബ്ലാക്കിയെ. നമ്മുടെ പേരൊന്നും ഇട്ടിട്ടില്ല, എന്നാലും നമ്മുടെ സെഡോണിനെ അങ്ങ് വിളിച്ചാലോ. അവൻ വർക്കും തീരാതെ ഗ്യാരേജിൽ കിടക്കുവാണ്. പുള്ളി ഒരു 10-12 മണിയാവും ഗ്യാരേജ് അടയ്ക്കണമെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ ചെയ്യാം. എന്തായാലും അവനെ വിളിക്കാം. അവനേ ഉള്ളു ഇനി വഴി. വണ്ടി കിടക്കുന്ന കണ്ടോ, പകുതി റോഡിലും പകുതി സൈഡിലും. കാരണം നമുക്കറിയാം പഞ്ചറായെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് വണ്ടി വെട്ടിച്ചൊരു കാട്ടിലോട്ടങ്ങ് കയറ്റി. നമ്മുടെ ഇന്നോവ ഇടിച്ച് പൊളിച്ച ഭാഗം. വണ്ടി നല്ലതായിട്ട് കഴുകി ഗൈസ്. നമ്മൾ വരുന്ന വഴിയിൽ നല്ല രീതിയിൽ കഴുകിയായിരുന്നു. പെട്ടെന്ന് നമുക്ക് പഞ്ചറായെന്ന് മനസ്സിലായപ്പോൾ തന്നെ നമ്മൾ ഒറ്റ വളച്ച് ആ കാട്ടിലോട്ട് കയറ്റി. ആ ബാരിയറെ ഇടിക്കാതിരിക്കാൻ ബ്രേക്ക് ചവിട്ടി ഇത്രയും നീളത്തിൽ ഇവിടെ ഇച്ചിരി ദൂരെ ഇവിടെ നിർത്തിയതാണ്. എന്തായാലും ഡോറൊക്കെ തുറന്ന് എല്ലാവരെയും ഇറക്കിയൊക്കെ ഇവിടെ നിർത്താം. നമുക്ക് എന്തായാലും പഞ്ചറായാലും എല്ലാം അടിപൊളി സെറ്റ് വർക്കെല്ലാം നമുക്ക് കാണാൻ പറ്റില്ല ഈ രാത്രിയിൽ. വെളിയിറങ്ങിയപ്പോഴാണ് ഇത്രയും ഭംഗി ഞാൻ അറിഞ്ഞില്ല ഗൈസ്. ഞാനാണെങ്കിൽ സാധാരണ വണ്ടി ഓഫാക്കിയിട്ടാണ് വെളി ഇറങ്ങാറ്. ഇന്ന് ഞാൻ പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി ചാടി ഇറങ്ങി നോക്കിയതാണ്. അപ്പോഴേ എന്തായാലും ജസ്റ്റ് സെറ്റ് വർക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം. ആൾക്കാരെ എല്ലാം വെളി ഇറക്കി വിട്ടിട്ടുണ്ട്. എന്തായാലും അവൻ വിളിച്ച് ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. നല്ല അടിപൊളി ലൈറ്റ് വർക്കാണ്. ഇതേ വർക്കാണ് നമ്മുടെ അവനിൽ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സെഡോണിലും ഇതേ വർക്ക് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും അവൻ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്.
ഓക്കെ ഗൈസ്, അങ്ങനെ ദേ നമ്മുടെ നായകൻ വരുന്നു. ടാൻ 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 ടാ. ഓക്കെ, ദേ വരും നമ്മുടെ പുള്ളി. എഡീഷൻ നെയിം ഒന്നും അടിച്ചിട്ടില്ല. ദേ കുറച്ച് നാൾ ഗ്യാരേജിൽ കിടക്കുമായിരുന്നു. വർക്ക് തീരുന്നതിന് മുമ്പ് നമ്മൾ എടുത്തോണ്ടെങ്കിൽ പോന്നു. ഓക്കെ, അപ്പോൾ ഇവൻ്റെ ലുക്കൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ മറ്റേ വണ്ടി പഞ്ചർ ഒട്ടിക്കാനായിട്ട് അവിടെ നിർത്തിയിട്ടേക്കുവാണ്. അപ്പം ആൾക്കാരൊന്നും ഇതുവരെ വന്നില്ല. നമ്മുടെ ഒരു പുള്ളിയുണ്ട്, ആ പുള്ളി അവിടെ നിർത്തിയിട്ടുണ്ട്. ഒന്ന് വണ്ടി നോക്കിക്കൊണ്ട് നിൽക്കാനും. അവർ വന്നിട്ട് 2 പേരുണ്ട് ഗൈസ്, 2 പേര് അവിടെ നിർത്തിയിട്ടുണ്ട്. പഞ്ചർ ഒട്ടിച്ചിട്ട് നേരെ അവന്മാർ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നോളും. നമ്മുടെ വീട്ടിലോട്ടോ അല്ല ഗ്യാരേജിലോട്ടോ ഷെഡിലോട്ടോ വല്ലതും അവർ കൊണ്ടുവന്ന് ഇട്ടോളും. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു ഇവന്മാരെ എടുത്ത് ഇവരെ പാസഞ്ചേഴ്സിനെ എല്ലാം ഒന്ന് നിർത്തി ബോറടിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ അടുത്താണ്, അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടങ്ങ് പോകാം. എന്തായാലും ദൂരെ വെച്ചൊന്നും അല്ല പണി കിട്ടിയത്. എന്നാൽ ഇവനെയൊന്നും വിളിക്കാൻ നമുക്ക് പറ്റത്തില്ലായിരുന്നു. വല്ല KSRTC വല്ലതും കയറ്റി വിടേണ്ട വന്നേനെ. എന്തായാലും ഇപ്പോൾ ഇവിടെ അടുത്താണ്, നമ്മുടെ ബസ് തന്നെ എടുത്തു. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം ബൈ. ഓക്കെ.